അച്ഛമ്മ ഓ വരുന്നു. അച്ഛമ്മ ഒന്ന് വാ, പെട്ടെന്ന് വാ. ഇതെന്തു മുടിയോ ഇത്? വാ അച്ഛമ്മ. മോടൊക്കെ എടുക്കാൻ പറ്റില്ല. എന്ത് മുടിയാടി ഇത്, ചകിരി പോലെ ഉണ്ട് ഇത്. എന്താ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ? പേനുണ്ടോ? പേനൊന്നുമില്ല. താരനുണ്ടോ? ഇതേ ഞാൻ ശരിയാക്കി തരാം. എണ്ണയൊക്കെ തേച്ച് ഒരു വൃത്തികേടായിരിക്കുന്നു കേട്ടോ. എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പോച്ചമ്മേ. ഇതിങ്ങനെ എണ്ണയാണ് ഫാഷൻ. എന്താ ഫാഷൻ? ഈ ഫാഷനൊക്കെ ടൗണിൽ മതി. എടി ഇതൊന്ന് ആട്ടുംപുറവാ. ഇവിടൊക്കെ ആൾക്കാർ കണ്ടാൽ എന്തൊരു വൃത്തികേടാന്നറിയാം. ഇങ്ങനെ ഒരു യക്ഷിയുടെ കൂട്ട് തലമുടി കഴിച്ചുകൊണ്ട് നടക്കുക. നീ ഏതായാലും ഇവിടെ നിൽക്ക്, ഞാൻ നിന്നെ ശരിയാക്കി തരുന്നുണ്ട്. ദൈവമേ, ഒരു കോലത്തിലാക്കി വീട് മിക്കാറ് മുടിയൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒരു അനുസരണയില്ലാത്ത മുടിയത്. പതുക്കെ പതുക്കെ കുറച്ച് എണ്ണ വെച്ചാൽ അതേ മുഖത്തോട്ട് ഇറങ്ങി എനിക്ക് മൂക്കുന്നു. കണ്ടോ, താരനുണ്ട് കേട്ടോ, താരനുണ്ട്. അയ്യോ എടി നീ എണ്ണ തേച്ചിട്ട് എത്ര നാളായി? കുറച്ച് മാസമായി. അതെ അച്ഛമ്മേ, അച്ഛമ്മ ഉണ്ടല്ലോ, എനിക്കൊരു പാട്ട് കൊടുത്തരോ? പാട്ട് പാടാനാ? ഓ, എന്റെ ശബ്ദമൊക്കെ കുഴപ്പമാ. ആളായിട്ടിപ്പോ പാടിട്ടെന്നറിയോ? അത് കുഴപ്പമില്ല, എനിക്ക് കേൾക്കാനല്ലേ. ഒന്ന് പാടച്ചമ്മ. പണ്ട് അച്ഛമ്മ എന്നെ ഒരു പാട്ടൊക്കെ പാടി എന്നെ ഉറക്കത്തില്ലായിരുന്നു. ഏത് പാട്ടാ? മറ്റേ പാട്ട് പാടി ഉറക്കാം ഞാൻ, ആ പാട്ട്. ആ പാട്ടൊന്ന് പാടും. നീ ഇത് കുറെ നാള് കേട്ടല്ലേ? ഞാനോ? എനിക്ക് പാടാൻ അറിയത്തില്ല. കളിയാക്കരുത്. കളിയാക്കുമല്ല, കുറച്ച് പാടാം. എന്റെ ശബ്ദമൊക്കെ കുഴപ്പമാ. അത് കുഴപ്പമില്ല, പാടാ. എന്തായാലും നീ ഒരു ആഗ്രഹിച്ചതല്ലേ, ഞാനേ ഒരു 2 വരി ഇങ്ങനെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ. അത്രയും മതി ഇപ്പൊ. അത്രയും മതി. ബാക്കി നാളെ. എന്നാലും അച്ഛമ്മേ നന്നായിട്ട് പാടുന്നുണ്ട് ഇപ്പോഴും. നല്ല രസമുണ്ട് കേൾക്കാൻ. ആണോ? അച്ഛമ്മ ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിലുണ്ടല്ലോ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിരുന്നു ശരിക്കും. ഓടിയോളും. സത്യം. എടി ഞാനേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാട്ടിനും സ്പോർട്സിനും ഒക്കെ സ്റ്റേറ്റ് ഫസ്റ്റാ. അറിയാമോ? ഞാന് റണ്ണിങ് റേസ് അങ്ങനെയൊക്കെ അല്ല, ലോങ് ജമ്പ്. കൊച്ചു നിനക്കൊന്നും എന്നെ ഒരു വിലയില്ല. എന്നിട്ട് അച്ഛമ്മ ഒരു സുന്ദരിയായിരുന്നു കേട്ടോ. ഞാൻ പഴയ ഫോട്ടോസ് ഒക്കെ കുറച്ച് കണ്ടിട്ട്. അതെ, സുന്ദരി ആയോണ്ടാ പലരും എന്റെ പുറകെ എങ്ങനെ നടന്നിരുന്നേ. എത്ര പേരുണ്ടായിരുന്നു? അങ്ങനെ ഒത്തിരി പേരൊന്നുമില്ല, ചിലര്. അല്ല, ആരെങ്കിലും ഒക്കെ പേര് ഓർമ്മയുണ്ടോ? പേരോർമ്മയുണ്ടോന്ന് ചോദിച്ചാല് ഒരു ഗംഗാധരൻ. എവിടെയുള്ള? വീടിന്റെ അടുത്തുള്ള? വീടിന്റെ അടുത്തുള്ളതാ. അവൻ എന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടത്തില്ല, വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അന്നേ ഇന്നത്തെ പോലെ ഒന്നും അല്ല. ഞങ്ങൾക്കൊക്കെ പേടിയാ. വീട്ടിലൊക്കെ ആരെങ്കിലും അറിഞ്ഞാലേ അയ്യോ തല്ലി കൊല്ലും. അപ്പൊ അച്ഛമ്മ ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ലേ? ഞാനൊന്നും മിണ്ടിയില്ല. പേടിയുള്ളതുകൊണ്ടൊന്നും മിണ്ടിയില്ലല്ലേ? ഞാനന്ന് സ്കൂളിൽ നിന്ന് അതെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗംഗാധരനെ ഞാൻ ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം കണ്ടു കേട്ടോ. ഒരു ഹോസ്പിറ്റലില് ഞാൻ രവിക്ക് ഈ പോളിയോ എടുക്കാൻ പോയപ്പോഴ് അവിടെ ഈ ഗംഗാധരൻ ഉണ്ടായിരുന്നു. സത്യം പറയടി, അപ്പോഴാ ഗംഗാധരൻ എന്നോട് സംസാരിക്കുന്നത്. സുഖമാണോ? അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചു സുഖമാണോ, കല്യാണം കഴിച്ചോ, പിള്ളേരൊക്കെ ഉണ്ട്? പുള്ളി കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അന്ന് അവനുണ്ടായിരുന്നോണ്ട് ക്യൂലൊന്നും നിൽക്കാതെ കാര്യം നടന്നു. വേറെ ഒന്നും സംസാരിച്ചില്ല. അതിന് ശേഷം കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാ കോണ്ടാക്ട് ചെയ്യുന്നേ? ചുമ്മാ അറിഞ്ഞിരിക്കാലോ, പഴയ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ. അപ്പൊ പഴയ ഫ്രണ്ട്സിനെ കാണണമെന്ന് അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മക്ക്? പഴയ ഫ്രണ്ട്സിനെ കാണണമെന്ന് ചോദിച്ചാൽ ഇപ്പം അവരൊക്കെ വേറെ സ്ഥലത്തൊക്കെ കല്യാണമൊക്കെ കഴിച്ചു പോയി, ജോലിയൊക്കെ ആയിട്ട് പോയില്ലേ. അവനങ്ങനെ കാണുന്നേ എവിടെങ്കിലും വെച്ചൊക്കെ കാണും. പിന്നെന്താ? അത് ശരിയായത് ഇത്ര മതിയോ എന്നുവെച്ചേ? മതിയോ നോക്കട്ടെ. ഈ സൈഡ് ഇച്ചിരി കൂടെ ഇവിടെയാണ് കുറച്ച്. മുടിയിൽ കുറച്ച് മതി. തലയൊട്ടിയിൽ തേച്ചതേ.
നീ ഇവിടെ സ്ഥിരമായിട്ട് നിന്നാലേ നിന്നെ ഞാനൊന്ന് ശരിയാക്കി എടുത്തേനെ. തോന്നി എനിക്ക് മിക്കവാറും എന്നെ ഒരു പരിവാക്കിട്ട് വിടും. തോന്നി അയ്യോ. നിന്നെ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യിച്ച് നിന്നെ ഒരു സുന്ദരിയാക്കിയേനെ ഞാൻ. ഇതൊക്കെ മതി അച്ഛമ്മേ. ഞാൻ ചെറുപ്പത്തിൽ നിന്നെക്കാട്ടി സുന്ദരിയായിരുന്നു. ഓ അറിയാം, പണ്ടത്തെ സ്റ്റാർ ആയിരുന്നു അല്ലേ? ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കുളിക്കാവും കേട്ടോ. 5 മിനിറ്റ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ഞാനൊന്നും ഒരു കാര്യം ചെയ്യാം. ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. നീ ഇവിടെ തന്നെ ഇരിക്കണം. ഉടനെ പോയി കുളിക്കരുത്. ആട്ടി വായിക്കും കേട്ടോ. ഓക്കെ. ഞാൻ അടുക്കളയിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ ഓക്കെ. പാവച്ചമ്മ. പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. അയ്യോ മൊത്തം എണ്ണയാ. ബെസ്റ്റ്. എന്തൊരു സുഖ ജീവിതം. 7 നേരം ഉറക്കം തന്നെ. അതെങ്ങനെ സമയാസമയത്ത് കൈ കഴുകാൻ ഒന്ന് ഇരുന്നാൽ മതിയല്ലോ. ആഹാരം മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ ഇവിടെ മത്സരമില്ല ആൾക്കാർ. റാമേട്ടാ എണീക്ക്. സമയം എത്രയാണെന്നാണ് വിചാരം? എണീക്ക് മനുഷ്യ. റാമേട്ടാ റാമേട്ടാ ഷടാ റാമേട്ടാ. ഇന്നമ്മേ ഇതെന്തൊരു വർക്കാത്? റാമേട്ടാ റാമേട്ടാ എണീക്ക്. എന്തോന്ന് റാമേട്ടാ എന്തോടെ ഇത് നോക്ക്. ഇതെന്തോ ഇത് ഇങ്ങനെ ഇവിടെ തുടങ്ങണം. എത്ര പ്രാവശ്യം ഞാൻ വിളിക്കണം, എണീക്കണില്ലോ. നിങ്ങളെ റാമേട്ടാ. അയ്യോ അങ്കിൾ ചത്തോ? സൈലന്റ് അറ്റാക്ക് ആണ് തോന്നുന്നു. മറ്റേ സാധനമില്ലേ CRP മറ്റേ നെഞ്ചത്തൊക്കെ ഇടിച്ച്. അത് CPR അല്ലേ? അത് CPR അല്ലേ? അതേ ആ സാധനം കൂടെ. പക്ഷെ അതെനിക്ക് അറിഞ്ഞൂടാ അത് കൊടുക്കാൻ. മറ്റേ ഇത് കൊടുത്തത് ഇങ്ങനെ 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 പറഞ്ഞു തന്നാ അത് എങ്ങനെ ചെയ്യണം ഞാൻ ചെയ്യാം. എവിടെ ശ്വാസം കൂടെ ശ്വാസം എവിടെ ഊതണം? എനിക്ക് സിനിമ നെഞ്ചി അടിച്ചു നോക്കാം. റാമേട്ടാ ഇങ്ങനെ ഒന്ന് അടിച്ചാ എണീക്കൂല. മാറങ്ങോട്ട്. ശരിയാണോ? ഒന്നുകൂടെ കൊടുക്ക്. എന്തൊരു വെള്ളം വേണോ? ശ്വാസം എടുക്ക്. ശരിയായ ഓക്കെ അല്ലേ? അപ്പച്ചി ദാ കിടക്കണേ. അപ്പച്ചി ഓജസ്സും തേജസ്സും രാമേട്ട. അയ്യോ പിന്നെയും പറഞ്ഞ ജോന ഒന്നുകൂടെ അടിച്ചാലോ? എന്ത് പറ്റിയ റാമൻ? എന്തോന്നാണ് പറ്റിയത്? എന്താണ് പ്രശ്നം? പിന്നെ മൂകാമണ്ണ ഇടിച്ചത് എന്ത് പറ്റിയതാ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച് എണീറ്റാ? ആക്ടിങ് എനിക്കറിയായിരുന്നു നിങ്ങൾ ഇത് അഭിനയിക്കുകയാണെന്ന് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് 2 കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ എത്ര തന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു ആക്ടിങ്. എണീറ്റ് വാ അങ്ങോട്ട്. 1000 കാര്യം ചെയ്യാറുണ്ട്. ഇത്ര ഇടി തന്നിട്ട് എണീറ്റ് വരണം. നീ പണി എണീറ്റ് ഇന്നിപ്പോ ഒരു കാരണമായല്ല. ഇന്നിനി എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞ് കിടക്കാൻ. എനിക്ക് എന്റെ 5 CPR പുറത്തെ വെസ്റ്റ് എന്റെ CPR ആണ്. എനിക്ക് CPR തരേണ്ട അവസ്ഥയാണല്ലോ. ഇനി ഞങ്ങൾ ആരെങ്കിലും എടുത്ത് പൊക്കണേ. ഈ മനുഷ്യൻ എന്തൊരു ആരോഗ്യമാണ് ഈ മനുഷ്യൻ. എന്ത് നിങ്ങൾ തിന്നാൻ കൊടുക്കണേ? ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ അവസ്ഥ. ചാച്ചിയായി ചാച്ചി, ഇത് എവിടെ ചെന്ന് കിടക്കുന്നത്? ഇവിടെ ആരും ഇല്ലേ? എന്താച്ചാ എന്ത് എന്താ നീ എന്റെ സംസാരിക്കണ്ട. പിന്നെ ആരും ഇല്ല. എന്തിനു ബഹളം ഉണ്ടാക്കുന്നത്? എന്താ ചേച്ചി ഇന്ന് കാശി പോ. കാശിയിലോ? ഇന്ന് കാശി പോണം. ഞാനൊന്ന് കാശ്മീരിൽ പോണമെന്നല്ലേ പറഞ്ഞത്? അതല്ല, നമുക്ക് ഇന്ന് കാശി പോണം. ഞാനങ്ങ് വരുന്നില്ല. പോയി ചെന്ന് ഡ്രസ് എല്ലാം നിങ്ങൾ വരണ്ട. നിങ്ങൾ വരണ്ട. നിങ്ങൾ വരണ്ടതുണ്ട്. അവരെന്തിനും കൊണ്ടുപോകണം. കാശിയിൽ നമ്മൾ തിരിച്ചു വരില്ല. ആ പരിപാടിയല്ല. ചേച്ചി നീ പോയി ഡ്രസ് എടുത്തോണ്ട് വാ. എന്തിനാ പോണ? അത് എന്തിനാവട്ടെ. അച്ഛൻ എന്താ? അച്ഛൻ എന്തെന്നാ
എടാ മാമന് വയ്യേ? മാമന് വയ്യാതെ എന്തരും ഒന്നും മാമന് ഒരു കുരുവില്ല. പക്ഷേ ഞാൻ വെറും മങ്കുണ്ണായിപ്പോയി ഈ കുടുംബത്തിൽ. ശ്ശേ, മങ്കുണ്ണായിപ്പോയി. എന്താ നമ്മളെ ക്ഷമിച്ച് ക്ഷമിച്ച അതിനെല്ലാത്തിനും കാരണക്കാരൻ ഇവ ഒറ്റ ഒരുത്തനാണ്. ഒറ്റ ഒരുത്തൻ. ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല. ഇങ്ങനെ ഭ്രാന്തം ഇത് ചെയ്തില്ലടാ. ചെയ്ത് പറ്റില്ല ചെയ്തില്ലെന്നല്ലേ? അച്ഛനെന്താ അച്ഛൻ എന്താ അച്ഛന് കുന്ത് ഇതിപ്പോ ചുമ്മാ ചൊറയാൻ നിനക്ക് പറയട്ടെ പിന്നെ മാമ, എന്താണ് കാര്യം പറയാൻ? കാര്യം എന്തെന്നാ നീ അറിഞ്ഞില്ലേ? ഇല്ല, എന്താണ്? നീയും കൂടെ ചേർന്ന് ഉരുണ്ട് കളിക്കുകയാണ്. എന്റെ പൊന്നു മാമ, എന്താണ് കാര്യം എന്ന് പറ. നീ അറിഞ്ഞില്ലല്ലേ? ഇല്ല, അറിഞ്ഞില്ല. വല്ല ഉണ്ടെങ്കിലേ അറിയോളൂ. എന്തോന്ന് വെച്ചാ വാതൊന്ന് പറ. ഉണ്ട്, നീ പോടാ. ഓക്കെ, ഈ വീട്ടിൽ ഒരു കാര്യം നടക്കുമ്പം ഈ റോട്ടിൽ കിടക്കുന്ന ഈ ചായക്കടക്കാരനും മുറുക്കാൻ കിടക്കാരനൊക്കെ പറഞ്ഞാണ് ഞാൻ അറിയാൻ. എന്തൊന്നും നടന്നെന്നാണ് ഇവിടെ നടന്നെന്നുള്ളത് നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലേ? അവര് പറയും ഇന്നത് നടക്കാൻ പോവുകയാണ്. എന്തോ നടക്കാൻ വേണ്ട. നീ തടയൊന്നും വേണ്ട, അവിടെ നില്ലേ. നോക്ക്, ഇവൻ കാറ് വാങ്ങിക്കാൻ പോകും. ഞാൻ ഒരു തേങ്ങ വാങ്ങിക്കാൻ പോണില്ല. ഇല്ലാത്ത പറഞ്ഞു ഇവൻ കാറ് വാങ്ങിക്കാൻ പോണ ചായക്കടക്കാരെ എങ്ങനെ അറിഞ്ഞു? ഇവൻ പറയാ അത് അറിയോ? എന്റെ മുന്നു പണ്ട ഞാൻ ഒന്നും വാങ്ങിക്കാൻ പോണില്ല. ഇവിടെ നടന്ന് ചെരുപ്പ് മാറുന്നില്ല. അങ്ങനെയല്ലേ വരുള്ളൂ. ആ കരുത്താ കള തന്നെ പറയൂ. ചുമ്മാടി. ഇവൻ കാറ് വാങ്ങിക്കാൻ പോണ്. ഈ കാറെല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പോണെന്നറിയാം? ഒരു ട്രാവൽസ് തുടങ്ങാൻ പോണം. അപ്പം ഈ വീട്ടിൽ ഞാൻ വേറും കരിയപ്പല്ല. കരിവേപ്പല തന്നെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ അടുത്ത ചിക്കൻ കറിയിൽ ഇങ്ങനെ നുള്ളി ഇട്ടോളാം കേട്ടല്ലോ. ഇവന് ഇത് തന്നെ ചിക്കൻ കറിയിൽ നുള്ളിടണം. കാര്യബോധം മനസ്സിലാക്കി സംസാരിക്കൂല. കാര്യം മനസ്സിലാക്കാം. എന്നെ കൊച്ചാക്കിയുള്ള പരിപാടിയാണ്. അവര് വന്ന് ചോദിച്ചപ്പോ ഞാൻ ചമ്മി പോട്ട്. ഞാൻ മനസ്സാവാതെ അറിയാത്ത കാര്യം പറഞ്ഞ ചമ്മി പോണതിന് അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടായിരുന്ന? സത്യം പറ. ഇപ്പൊ പറ, ഇപ്പോഴെങ്കിലും സത്യം പറ. ഒട്ടും വൈകിട്ടില്ല. പറ, എന്തോന്നാണ് പറയേ? കാറ് വാങ്ങിക്കോ നിങ്ങൾ? ഈ ജന്മത്തിൽ കാറ് വാങ്ങിക്കോ? പൊളിഞ്ഞല്ല, സർപ്രൈസ് ആയിരുന്നെങ്കിൽ അത് പൊളിഞ്ഞ്. ഒരു കാർ ഇവിടെ വാങ്ങിക്കാൻ പോണില്ലേ? ഉമ്മയാണ് മക്കളെ. ഇവൻ എല്ലാം കരുതി കൂട്ടി വച്ചിട്ട് ട്രാവൽ ടൂർ തുടങ്ങാൻ പോണെന്ന് ചായക്കടക്കാരൻ പറഞ്ഞാണ്. പിള്ളേര് നാണം കെട്ട് തൊലി ഇരിഞ്ഞല്ലേ ഇതിപ്പോ. എന്തൊരു എന്റെ തത്ത ഞാനാണ് കാറ് വാങ്ങിക്കാൻ പോണത്. ഞാൻ വാങ്ങിക്കുന്ന കാര്യമാണോ നിങ്ങൾ ഈ പറയണത്? അപ്പൊ എന്നെക്കാളും വിശ്വാസമാണ് നിങ്ങൾക്ക് ചായക്കടയില ആര്? നീ പറയാതെ അവന്മാര് പറയൂ. ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ അങ്ങനെ പറയാനെന്ന്. പിന്നെ എങ്ങനെ ഇത് എന്ത് സംഭവം? ഒന്നും മനസ്സിലാവണല്ലോ. ചായക്കടക്കാരനത്ത് ഞാൻ പറയുന്ന കാര്യത്തില്ല. വീട്ടിൽ പോലും പറയാൻ ഞാൻ വാങ്ങിക്കില്ലെന്ന്. എന്റെ ചേട്ടാ, അഥവാ കാറ് വാങ്ങിക്കണമെങ്കിൽ അതൊന്നും ഈ അച്ഛൻ്റെ അടുത്തൊന്നും പറഞ്ഞൂടെ? കാരണം ആ കാറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ അല്ലേ? എന്തെങ്കിലും ഒക്കെ നമുക്ക് പൈസക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വല്ല ടയർ ഊരി വിൽക്കണമെങ്കിൽ അപ്പു തന്നെ വേണ്ടേ? പിന്നല്ലാതെ നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്. എനിക്ക് മനസ്സിലാവില്ല. ഞാൻ കാറ് വാങ്ങിക്കണില്ല. എന്റെ മുമ്പിൽ ഞാൻ കാറ് വാങ്ങിക്കണില്ല. അത് എന്റെ മുമ്പേ കാറ് വാങ്ങിക്കുന്നില്ല. അവരെ മുമ്പേ കാറ് മാറ്റി കോടീശ്വരാവാൻ പോണം. ഈ കരിയപ്പല അതിന്റെ തന്ത ഒരു പുണ്ണാക്കും 600 മന്ദ കുട്ടിയായിട്ട് നടക്കണം. നീ എന്നോട് സംസാരിക്കണ്ട. ഞാൻ പോയിട്ട് വരാം. ശരിയാവില്ല. ചേട്ടാ, ഈ വാശിക്കെങ്കിലും ഒരു കാറ് വാങ്ങി. എനിക്കറിയാടി എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് നൈസിന് എന്നെ കൊണ്ട് കാറ് വാങ്ങിപ്പിക്കാനുള്ള പരിപാടി നടന്നത്. ചായക്കടക്കാരന് ആഗ്രഹമല്ലേ ചേട്ടനെ കൊണ്ട് കാറ് വാങ്ങിപ്പിക്കാൻ? നിങ്ങൾ ഒരുമാതിരി എന്റെ അച്ഛന്റെ സ്വഭാവം കാണിക്കില്ല കേട്ടോ. കാറ് മേടില്ലേ ഇത്രയായിട്ട് പറയണത്? ഇത് തുപ്പല്ലേ? കളിപ്പട്ടം കാറ് മതിയോ? രണ്ടെണ്ണം വാങ്ങിച്ചാ മഞ്ഞ നീലി. അല്ലെങ്കിൽ ഇവന്റെ കാര്യം ഇങ്ങനെ അവസാന നിമിഷം വരെ ഒന്നും പറയത്തില്ല. ഇനിയിപ്പോ എന്തൊക്കെയാണോ എന്തോ എടുത്തു വെക്കേണ്ടത്. അപ്പച്ചി എന്താ അപ്പച്ചി കാണിക്കണത്? അപ്പച്ചി എവിടെ പോണു? ഞാൻ പോകുന്നു പറഞ്ഞില്ലേ, കാശി പോണെന്ന്. ഒരിടത്ത് പോയെന്ന് വേണ്ട. ചുമ്മാ അച്ഛന് ചുമ്മാ ഭ്രാന്ത്. നോക്ക്, എല്ലാ സാധനവും എടുത്തോളണം. പറഞ്ഞു കേട്ടാ? എന്തെന്ന് തിരിച്ചിങ്ങോട്ടത് വരവൊന്നുമില്ല. സകല സാധനവും നീ എടുത്തോളണം. പുകയില്ലാത്ത അടുപ്പ് എല്ലാം എടുക്കും. എല്ലാം എടുത്തു. അത് മതി, എടുത്തോണ്ട് വാ. രാമേ, എന്തി പറയുന്നേ? അതല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ചുമ്മാ പറയണെന്ന്. ചുമ്മാതോ? ചുമ്മാ ഒന്നല്ല അച്ഛമ്മേ. ഈ അങ്കിള് കാർ എടുക്കുന്നു അത് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഏതോ ആ ദാമോദരൻ അങ്കിളിന്റെ അടുത്താ ചായക്കട നടത്തുന്നില്ലേ? ചായക്കട ദാമു. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അതാണ് വലിയ പ്രശ്നം. അപ്പൂന്റെ അടുത്ത് പറഞ്ഞില്ല, ബാക്കി നാട്ടുകാരടുത്ത് മൊത്തം പറഞ്ഞ് എന്റെ അടുത്ത് മാത്രം ഒന്നും അറിയിക്കൂല എന്ന് പറഞ്ഞുള്ള പ്രശ്നം. ഇവൻ എന്റെ അടുത്തും പറഞ്ഞില്ലല്ലോ കാർ എടുക്കുന്ന കാര്യം. അമ്പലത്ത് പറഞ്ഞു. എന്റെ അപ്പച്ചങ്ങനെ സംഭവം ഇല്ല, ഉണ്ടെങ്കിലേ പറയുള്ളൂ.
അങ്ങനെ സംഭവമേ ഇല്ല. അങ്ങനെ സംഭവം പിന്നെ ഇങ്ങനെ എന്തോ പറഞ്ഞോണ്ട് നടക്കുന്നേ? അതല്ലേ അച്ഛന് എന്തോന്ന് പറഞ്ഞോടാ. എന്താണോ ഈ ചേട്ടൻ ഓരോ കാര്യം ഇങ്ങനെ ഒപ്പിച്ച് വെക്കണം ഇങ്ങനെ? എന്താ കാര്യം? എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ഇതില്. എന്തുവാ? എനിക്ക് തോന്നണേ നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതെങ്ങനെയോ ഇങ്ങനെ സംസാരിച്ച കാഷ്വൽ ടോക്കിൽ അവരൊക്കെ അറിഞ്ഞുപോയി. അത് വഴി മാമ എന്റെ അറിഞ്ഞു. പൊന്നപ്പച്ചി അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ എന്താണ് സംഭവം? എന്നാ ഉള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ ആ ജംഗ്ഷനിലോട്ട് പോകുമ്പോഴേ ഇങ്ങനെ കടയിൽ അവിടെ ഇങ്ങനെ എന്നെ എപ്പ കണ്ടാലും നമ്മളെ താമു ചാകട താമു എപ്പ പോവും, എപ്പ പോണം, തിരിച്ചു പോണില്ലേ, എപ്പ പോണം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ സൈ ഇട്ടപ്പോ ഞാൻ പിന്നെ പോണില്ല, ഞാൻ 2-3 കാറൊക്കെ എടുത്ത് ഇവിടെ ട്രാവൽസ് ഒക്കെ തുടങ്ങി നിൽക്കാൻ പോവാണെന്ന് ഞാൻ അപ്പത്തെ തോന്നിയ പോലെ ഞാൻ പറഞ്ഞു. എന്താന്നൊക്കെയാ ഞാൻ തട്ടി വിട്ട് ഇത് എപ്പോ പോണെന്ന് വെച്ചോണ്ടിരിക്കണം. അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അത് അങ്ങേര് പറഞ്ഞതാണ് ഇങ്ങനെ വിശ്വാസം. അങ്ങേര് എന്നും പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞ അച്ഛൻ്റെ അടുത്ത് പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു പോകും. എടുക്കണില്ല അപ്പൊ. പിന്നെ ഞാൻ 5-6 കാറത്ത് ട്രാവൽസ് വാങ്ങിക്കാൻ പോകും. 5-6 കാറൊന്നും വേണ്ട, ഒരു കാറെങ്കിലും എടുത്തുണ്ട്. അതെ കണ്ട ഇപ്പൊ ചുമ്മാ അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കണോ? ഒരു കാർ എടുക്കാം. വെറുതെ കൊതിച്ചു അല്ലേ? അതെ വെറുതെ കൊതിപ്പിച്ചു. എവിടെയൊക്കെ പോയാണ് കാർത്തിക്? എല്ലാം കൂടെ പോയി പറ, അച്ഛനടുത്ത് പോയി പറ. വാ, ഞങ്ങള് പറയണെന്തിന്? നമ്മളായി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പറയാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഓരോന്നും തള്ളി വിടുമ്പോ ആലോചിക്കണം. അതെ അതെ വാങ്ങളെ വാ. എന്നാ പോയി പറയാ. ഗൾഫുകാരന്മാരെ ദുരിതം കറങ്ങാത്തോണ്ടാണ്. ദുരിതം എന്റെ പൊന്നോ. വന്നാ ചോദിക്കും എന്ന് പോണ് ചോദിച്ചോണ്ടിരിക്കും. എന്നാ വന്നില്ലേ പറയാം നാട്ടിലോട്ടൊന്നും പറഞ്ഞില്ലേടേ, അവിടെ വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ടാ. എന്തൊരു കഷ്ടം ഇത്. കാറ് വാങ്ങിക്കണേ. അതെ അപ്പൊ കാറൊന്നും ഇല്ല. സൈക്കിളോ വല്ല മൈക്കുമായിരിക്കും. ഉണ്ടേ അച്ഛാ റെഡിയായാ? റെഡിയായി പോണ്ടേ? ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എവിടെ പോണോ നീ എവിടാ? എന്തേ? അതെ ഉണ്ണി, ഇവൻ ആ ചായക്കടക്കാരൻ്റെ അവിടെ പോയിട്ടേ ചുമ്മാ ഒരു പൊങ്ങച്ചം പറഞ്ഞതാ കാറ് വാങ്ങിക്കുമെന്ന്. അല്ലാതെ കാറ് വാങ്ങിക്കെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി ഓടി കളിക്കും. അങ്ങേരി എപ്പ കണ്ടാലും നീ ഗൾഫിൽ പോകണില്ലേ, ഈ ഗൾഫിൽ പോകാൻ സമയമില്ലേ, ലീവ് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചുമ്മാ തട്ടി വിട്ടത് ഞാൻ ഇനി പോണില്ല, ഞാൻ കുറച്ച് കാറൊക്കെ വാങ്ങി ഇവിടെ ബിസിനസ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞത്. അല്ല വേറെ ഒന്നുമില്ല. അല്ല ജവിയാള് പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. എന്റെ ഈ കീര വാങ്ങിച്ചാൽ പോലും പൈസ ഇല്ല, അങ്ങനെയുള്ളവനാണ് ഇവിടെ കാറുണ്ടാക്കാൻ പോണത്. അത് ശരി എന്നെ വീണ്ടും എനിക്ക് സംശയം. ശരി എന്നെ കേട്ടാ അച്ഛ പോണം. ഞാൻ പോണില്ല. അല്ലല്ല പോവാൻ എവിടെ പോണെന്ന് കാശിയില്ല. കാശ് അതിനുള്ള കാശുണ്ടോ? അത് നീ തരുമല്ലോ. ഞാൻ തരൂ അല്ലേ? എനിക്കറിയില്ല കാശി പോയിട്ട് കിഴക്കേക്കോട്ടെ പോകാനുള്ള പൈസ പോലും ഇല്ലെന്ന്. എന്റെ അടുത്ത് പിണങ്ങി പോവാനുള്ള പൈസ ഞാൻ തന്നെ തരണം. അതിനൊന്നുമില്ല. എന്നിട്ട് പോകുന്നില്ലേ? പിന്നെ ഒരു ദിവസം അത് പറ്റില്ല. ഞാൻ റെഡി ആയിട്ട് വന്നിരിക്കും. എനിക്ക് കാശ് രാമേശ്വരം എവിടെയെങ്കിലും പോയാൽ പറ്റും. എവിടെയെങ്കിലും പോയാ സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് പോ. കുറെ നാളെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു സിനിമയ്ക്ക് പോണെന്ന്. തെരു വന്നാലും ചെലവ് എന്നെല്ലാം. പിന്നെ കാർ വാങ്ങിക്കണ അത്ര ചെലവൊന്നുമില്ലല്ലോ ഒരു സിനിമയ്ക്ക് പോകണം. കാരെന്തിന് ഇതാ അവിടെ കിടക്കല്ലേ? അച്ഛൻ വിചാരിച്ച 2 മിനിറ്റ് കൊണ്ട് ഇറക്കാവുന്നല്ലേ ഉള്ളൂ. അതെയാ, വേഗം ഒന്ന് ശരിയാക്കി എഴുതി പോവല്ലോ. ഇതില്ല നോക്ക്, ഈ ഉണ്ണിയല്ല വേറൊരു ഉണ്ണിയുണ്ടാ, നീ കണ്ടിട്ടില്ല? കഷത്തിലല്ലേ? അത് ഞാൻ കണ്ടിട്ടില്ല. ഈ കാറിൽ പോവാന്ന് പറഞ്ഞു. ഇതിപ്പോ ഓടത്തില്ലേ? അത് ഞാൻ പറഞ്ഞ പാട് എനിക്കല്ലേ അറിയാവും. ആണോ? പിന്നെ കാറിൽ പോകാൻ പറ്റൂല. അല്ല വേറൊരു വണ്ടി ഇവിടെ പോവാ, അതിൽ പോവാ. അതല്ലേ പറ്റുള്ളൂ. അത് പോവാ. അപ്പം പോവാം മക്കളെ. അപ്പൊ പോവാ. അല്ലെങ്കിൽ ഇതാ അടുത്ത ഉണ്ണി വരും. വരും പോവാ. പോയി എന്താണ്? കാറില്ലെങ്കിൽ ഒരു ബൈക്കെങ്കിലും വാങ്ങിക്കായിരുന്നു കേട്ടോ. കാറില്ലെങ്കിൽ ഒരു ബൈക്കെങ്കിലും വാങ്ങിക്കായിരുന്നു. നീ ഇപ്പൊ എങ്ങനെ പോകും സിനിമ? ഈ ടയർ എടുത്തിട്ട് ഇത്രയുള്ള ഒരു ബടി കൂടെ എടുക്കണം. ഈ അടിച്ചിട്ടോണ്ട് ഒരു പോക്കോ എങ്ങനെ ഇരിക്കും? ഞെഞ്ഞായിരിക്കും.